അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. അന്തിമഹാകാളൻകാവ് വേല ചേലക്കര ദേശം വേല കമ്മിറ്റി ഓഫീസ് തുറന്നു. UR പ്രദീപ് MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയൊരു കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ ഫലമായാണ് കഴിഞ്ഞ വർഷം നാടിന്റെ ആഘോഷമായ വേല മഹോത്സവം അതിവിപുലമായി നടത്താൻ സാധിച്ചതെന്നും വേലയും വെടിക്കെട്ടും അനുബന്ധ ചടങ്ങുകളും ഭംഗിയായി നടത്തുവാൻ നിങ്ങളിലൊരാളായി എന്നും കൂടെയുണ്ടാകുമെന്നും MLA UR പ്രദീപ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാർച്ച് 28 തുടങ്ങാൻ അല്ലെങ്കിൽ അന്ന് നടത്താൻ ഉദ്ദേശിച്ച വേല അതിഗംഭീരമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വേല കമ്മിറ്റിയും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ചേലക്കര വേലാഘോഷ കമ്മിറ്റി അല്ലെ, ചേലക്കര വിഭാഗം ആദ്യമായിട്ട് അടയാളപ്പെട്ട് ഞങ്ങളത് ആ തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞ് ഇനി അതിൻ്റെ തുടർച്ചയായി മറ്റ് ആവേശങ്ങളും തുടക്കം കുറിക്കുകയാണ്. ഏതായാലും ഇവിടെ നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 3 മാസം നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആ 3 മാസം നമുക്ക് റെസ്റ്റ് ഇല്ലാതെ 3 മാസം പറയുമ്പോൾ കൃത്യം 29-ാം തീയതി പുലർച്ചെ 3 മണി വരെ നമുക്ക് നമ്മുടെ പൂരത്തിൻ്റെ സമയമാണ്. അതുവരെ ഈ പൂരമായി വേലയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞാനെന്തോ അത്ഭുതം കാണിച്ചതൊന്നുമല്ല, നമ്മളെല്ലാവരും കൂട്ടായി നിന്നപ്പോഴാണ് അതായത്. ഇത് തന്നെയാണ് തുടർച്ചയായിട്ട് ഇനിയും നമുക്ക് വേണ്ടത്. നമ്മുടെ നാട് ഒരുമിച്ച് നിന്നാൽ എല്ലാ വെടിക്കെട്ടും വേലയും പൂരമൊക്കെ നല്ലപോലെ ആവും. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ ഒരു ആവേശം വികാരം നമുക്ക് അത് കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു എത്രത്തോളം സ്വന്തം കുടുംബത്തേക്കാൾ കൂടുതൽ വേലയെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ ഒരു മനസ്സിലാക്കാൻ പറ്റിയ ഒരു സത്യം. ഏതായാലും നമുക്ക് കൂട്ടായി ഈ കഴിഞ്ഞ ദിവസം DYSP ആയിട്ട് ഒന്ന് കൂടി ഇരിക്കേണ്ടി വന്നു. ഇരുന്നപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തു. ഏതായാലും ചിലപ്പോൾ ഒരുപക്ഷെ ഫെബ്രുവരി ലാസ്റ്റോട് കൂടി നോട്ടിഫിക്കേഷൻ വരാനും സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥരെല്ലാവരും മാറ്റം വരുത്തും. ജില്ലാതല ഉദ്യോഗസ്ഥന്മാരെല്ലാവരും മറ്റു ജില്ലകൾക്ക് പോസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ ഇന്നലെ കഴിഞ്ഞ വട്ടം ഉണ്ടായ ആ ഉദ്യോഗസ്ഥന്മാരിൽ പലരും നമുക്ക് ഈ വേലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒപ്പം ഈ പ്രവൃത്തിക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനി ഇതെല്ലാം പഠിച്ചു വന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ കൂട്ടി നമുക്ക് ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി വെക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 100% അത് പറഞ്ഞാൽ മതി എന്നാ മേടിച്ചപ്പോൾ ഞാനതൊരു വിവരം കൊടുത്തിരുന്നു. എല്ലാ ദേശ കമ്മിറ്റി ഒന്ന് വേഗം ചേരണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ചേർന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി കോർഡിനേഷൻ കമ്മിറ്റി ഒന്ന് നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉദ്യോഗസ്ഥന്മാരെയും അടുത്ത തിരക്കിലേക്ക് പോടേന് മുമ്പ് നമുക്കൊന്ന് ഇരുത്തി നമുക്കൊരു ധാരണയാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കടലാസുകളൊക്കെ വേഗം നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. എന്തായാലും ചേലക്കര അന്തിമഹാകാവ് വേല അതിഗംഭീരമായി നമുക്ക് കഴിഞ്ഞ വട്ടം പലരുടെയും കണ്ണ് നിറഞ്ഞ് കാണാൻ കഴിഞ്ഞു. ആ ഒരു സന്തോഷം ഈ വർഷവും നമുക്ക് കഴിഞ്ഞ വട്ടം കുറേ നടക്കില്ലേ, വേല എങ്ങനെ ഒരു പൂർണ്ണമായി ആവോ എന്ന് വരെ പല സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ആ സംശയമില്ലാതെ നമുക്ക് എല്ലാ ഒരുക്കങ്ങളും മുൻകൂട്ടിയെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആവട്ടെ, കൂടെ ഉണ്ട്. എന്തായാലും നമ്മുടെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടല്ലോ. നമുക്ക് തീർച്ചയായിട്ടും അത് വെച്ചുകൊണ്ട് നല്ല വേലയാക്കി മാറ്റിയെടുക്കാൻ കഴിയട്ടെ. അതിന് ഉതകുന്ന രീതിയിലുള്ള നമ്മുടെ ചേലക്കര വിഭാഗത്തിൻ്റെ വേലാഘോഷ കമ്മിറ്റി ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ പ്രവർത്തനം സജീവമായി മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് പുതിയ വർഷത്തിൻ്റെ ആശംസകളും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ചടങ്ങിൽ ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് PK സുനിൽ അധ്യക്ഷനായി. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ വേലയെ കുറിച്ചിട്ട് 2025 വേല നമുക്ക് ഈ കഴിഞ്ഞ നമ്മൾ കണ്ട വേല കാണിച്ച ഒരേ ഒരു മനുഷ്യനായിരിക്കുന്നതാണ് നമ്മുടെ പറയാൻ. നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ മുമ്പിൽ നിന്നിട്ട് ഒരു ഓഫീസിൽ പോലും നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, ഏതെങ്കിലും ഒരു ഓഫീസിൽ എന്തെങ്കിലും പേപ്പർ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നെ വിളിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു കാര്യത്തിലും നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അദ്ദേഹം നമ്മുടെ മുമ്പിൽ നിന്ന് ആ വെടിക്കെട്ട് കൊളുത്തി അത് അവസാനിക്കണം വരെ നമ്മുടെ കൂടെ നിന്നു. അത് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായിരുന്നു. അത് ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടാവും തന്നെയാണ് നമ്മുടെ വിശ്വാസം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചേലക്കരയിലെ
നമുക്കെല്ലാവർക്കും ഒരു വികാരമാണ് ചേലക്കര അന്തിമഹാകാല വേല എന്ന് പറഞ്ഞാൽ. ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കൊണ്ട് എല്ലാ കാലത്തും അതിമനോഹരമായി നമ്മളെല്ലാവരും ഉത്സവമായി കൊണ്ടു നടക്കുന്നതാണ്. എന്തായാലും ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കഴിയുന്ന എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അത് യാതൊരു മാറ്റമില്ല. എല്ലാ സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ വേല അതിഗംഭീരമായി നടക്കാൻ കഴിയട്ടെ. കഴിഞ്ഞ വർഷം വളരെ നല്ലൊരു പുതിയ ടീം വന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ വേല നടത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട അനുഭവമാണ്. അതിൻ്റെ എല്ലാ നിയമവശങ്ങളും മുന്നേ കൂട്ടി കണ്ട് അറിഞ്ഞ് സ്റ്റെപ്പ് എടുത്ത് വെച്ച പാപ്പയും അതുപോലെ തന്നെ ശ്രീകുമാരും ടി എ കേശവൻകുട്ടിയും ഉൾപ്പെടെ ഒരു ടീം അതിനെ പിന്തുണച്ചു. അവർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറായി MLA കൂടി നിന്നപ്പോഴാണ് ഒരു നാട് മുഴുവൻ ആഘോഷം നടത്താൻ നമുക്ക് കഴിഞ്ഞത്. തീർച്ചയായും പ്രാവശ്യം അതിഗംഭീരമായി ഈ വേല നടത്താൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വേല മഹോത്സവത്തിൽ ഒരുപാട് നാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണെന്നും നാടിന്റെ ഐക്യവും സാഹോദര്യവും ഒത്തുചേരുന്ന മഹോത്സവം അതിവിപുലമായി ആഘോഷിക്കാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും കൂടെ നിന്ന് നിർവഹിക്കുമെന്നും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കമ്മിറ്റി സെക്രട്ടറി ടി എ കേശവൻകുട്ടി, പബ്ലിസിറ്റി കൺവീനർ M അരുൺകുമാർ, ജനറൽ കൺവീനർ ബേബി വർണിക, നാരായണസ്വാമി പുലാക്കോട് കിഴക്കേമഠം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുലാക്കോട് കിഴക്കേമഠം നാരായണസ്വാമിയിൽ നിന്ന് ആദ്യ സംഭാവന ദേശം പ്രസിഡന്റ് PK സുനിൽ ഏറ്റുവാങ്ങി. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം. ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.